നമസ്കാരം. ഞാൻ ഇന്നലെ ഒരു സിനിമ കണ്ടു. ആ സിനിമ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. നിങ്ങളൊരു പിതാവാണെങ്കിൽ, മാതാവാണെങ്കിൽ, നിങ്ങൾക്കൊരു കുട്ടിയുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ഈ സിനിമ കണ്ടിരിക്കണം. ഈ സിനിമയുടെ പേര് പറന്ന് പോ. തമിഴ് സിനിമയാണ്. ശിവയാണ് നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ഗ്രേസ് ആന്റണിയാണ് നായികയായിട്ട് അഭിനയിക്കുന്നത്. പക്ഷേ ഇവർ രണ്ടുപേരുമല്ല ഈ സിനിമയിലെ ഹീറോ. ഹീറോ അൻപ് എന്ന് പറയുന്ന ഇവരുടെ ഒരു കുട്ടിയാണ്. സാധാരണ നമ്മുടെ ജീവിതത്തിൽ കാണുന്ന പോലുള്ള ഒരു മീഡിയോക്കർ ഫാമിലി, EMI ഉള്ള പ്രാരാബ്ധങ്ങളായിട്ട് ഓടി നടക്കുന്ന അപ്പൻ, ധനസമ്പാദനത്തിന് വേണ്ടിയിട്ട് കോയമ്പത്തൂർ ഒരു സാരി എക്സിബിഷനിൽ ബിസിനസ് ചെയ്യുന്ന ഗ്രേസിന്റെ ക്യാരക്ടർ. ഇവർക്കിടയിൽ അൻപ് എന്ന പേരുള്ള ഒരു കുട്ടിയുണ്ട്. അച്ഛൻ ജോലിക്ക് പോകുമ്പോൾ, ഗോകുൽ എന്നാണ് ശിവ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര്. ഗോകുൽ ജോലിക്ക് പോകുമ്പോൾ മോനെ മുറിയിൽ പൂട്ടിയിട്ടിട്ട് പോകുന്നു, തിരിച്ചു വരുന്നു. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ ഗോകുലും അൻപും കൂടെ ഗോകുലിന്റെ തറവാട്ടിലേക്ക്, നാട്ടിലേക്ക് ഒരു യാത്ര പോകേണ്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അവിടെ നിന്നാണ് നമുക്ക് കഥ വികസിക്കുന്നത്. നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാറുള്ളത്? നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്നു. 4000 രൂപയുടെ ചെരുപ്പ് വാങ്ങിച്ചു കൊടുക്കുന്നു, 5000 രൂപയുടെ സ്കേറ്റിംഗ് ബോർഡ് വാങ്ങിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ വീഡിയോ ഗെയിം വാങ്ങിച്ചു കൊടുക്കുന്നു, അവർക്ക് മികച്ച വില കൂടിയ ഉടുപ്പുകൾ വാങ്ങിക്കൊടുക്കുന്നു, അല്ലേ? ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ മാതാപിതാക്കളും ചെയ്യുന്നതാണ്. എനിക്കൊരു മകനുണ്ട്, 11ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ കുട്ടികളോട് ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ കുട്ടികളെ നമ്മൾ ഇങ്ങനെയാണോ വളർത്തേണ്ടത്? ഇതാണ് പറന്തുപോ എന്ന് പറയുന്ന സിനിമ മുന്നോട്ട് വയ്ക്കുന്ന പ്രമേയം. ഇത് വളരെ നൈസർഗികമായി, അല്ലെങ്കിൽ പ്രകൃതിയോട് ഇണങ്ങി, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന അല്ല ജീവിതം, അല്ലെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് മറ്റൊരു ജീവിതമാണ് എന്നാണ് ഈ ചിത്രം മുന്നോട്ട് വയ്ക്കുന്ന വിഷയം. ഞാനിതിൻ്റെ കൂടുതൽ കഥ പറഞ്ഞ് സ്പോയിലർ ആക്കുന്നില്ല. കൂടാതെ ഈ സിനിമയിൽ അഞ്ജലി അഭിനയിക്കുന്നുണ്ട്, അജു വർഗീസ് ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്, വിജയ് യേശുദാസ് മറ്റൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങളും ഞാനും ചിന്തിക്കും, നമ്മൾ ഇതുവരെ കുഞ്ഞുങ്ങളെ വളർത്തി ശരിയാണോ? അല്ലെങ്കിൽ നമ്മുടെ പാരന്റിങ് എന്ന് പറയുന്ന മാർഗം ശരിയായിരുന്നോ? നമ്മൾ മാറേണ്ടതുണ്ടോ? നമ്മൾ കുട്ടികളെ കൃത്യമായി മനസ്സിലാക്കിയോ? അല്ലെങ്കിൽ നാം കുട്ടികളുടെ ആഗ്രഹങ്ങൾക്കും ആശകൾക്കും അനുസരിച്ചാണോ അവരോട് പെരുമാറിയത്, ജീവിച്ചത്? ഇങ്ങനെ ഒരുപടി ചോദ്യങ്ങൾ ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങളൊരു പിതാവാണെങ്കിൽ, നിങ്ങളൊരു പാരന്റ് ആണെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങളുടെ ചിന്താഗതികൾക്ക് വ്യത്യാസം ഉണ്ടാകും. സിനിമയുടെ പേര് മറക്കണ്ട, പറന്നുപോ. ചിത്രം ജിയോ ഹോട്ട്സ്റ്റാറിൽ ലഭ്യമാണ്.